ഹലോ, 1.5 kg ഒരു ടോൾ കേക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ടോൾ കേക്കിൻ്റെ ഒരു ഐസിങ്ങും അതുപോലെ തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആണ് കാണിക്കുന്നത്. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കാണിത്. ഇതിലേക്ക് നമുക്ക് 2 കളറാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊന്ന് വൈറ്റും ഒന്ന് പിസ്ത കളറുമാണ് കേട്ടോ. അപ്പോൾ പിസ്ത കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒലീവ് ഓയിലിൻ്റെ 2 ഡ്രോപ്പ് ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഡ്രോപ്പ് ഇട്ടിച്ച് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റ് പിസ്ത പച്ചയുടെ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഐസിങ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അല്ലെങ്കിൽ പാലറ്റ് നൈഫിൽ നമ്മൾ കുറേശ്ശെ എടുത്ത് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിലാണ് കേട്ടോ നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിസ്ത പച്ചയാണ് കേട്ടോ ഏറ്റവും അടിയിൽ നിന്ന് കൊടുക്കുന്നത്. ഒരു 5 or 6 പ്രാവശ്യം ലെയർ നമ്മളായിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബാക്കി ഭാഗങ്ങളിലൊക്കെ നമ്മൾ വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിലും ഒക്കെ വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ചില ഭാഗങ്ങളിലൊന്നും ആവാത്തുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുകൾ ഭാഗം ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സൈഡ് ഭാഗങ്ങളിലൊന്ന് സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. പതുക്കെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ക്രാപ്പർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൈഡിലൊക്കെ നോക്കിയതുപോലെ കുറേയൊക്കെ ക്രീം ഇല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ആ ക്രീം വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് 1-2 പ്രാവശ്യം കൂടി സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ആയി വരും കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ ആ സ്ക്രാപ്പറിൽ ക്രീം ഉണ്ടാവും. അപ്പോൾ ആ ക്രീമൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് കറക്റ്റ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് വേണം കേട്ടോ അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം പാലറ്റ് നൈഫ് വെച്ച് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് കറക്റ്റ് ഫിനിഷിങ് വരുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ആ സൈഡുകളിലൊക്കെ ക്രീം ഇരുന്നിട്ട് രണ്ടാമത് നമ്മൾ വലിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഫിനിഷിങ് കൊടുക്കുമ്പോൾ ആ സൈഡിലൊക്കെ ഒന്നും കൂടി ക്രീം പൊന്തി നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ക്രീം വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഫിനിഷിങ് ആക്കി എടുക്കേണ്ടത്. ഇടയ്ക്കൊന്ന് പാലറ്റ് നൈഫ് കഴുകിയിട്ട് തുടച്ച് കഴിഞ്ഞാലും ഒന്ന് നല്ലതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ അത് നമ്മളൊരുവിധം ഫിനിഷിംഗ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും ക്രീമുകൾ ആ കേക്ക് ബോർഡിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടോപ്പ് ഭാഗത്ത് ഒരു ഡിസൈൻ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പേരും അതുപോലെ കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഫോണ്ടൻറ്റും എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു ഡ്രോപ്പ് ഇതുപോലെ തന്നെ പിസ്ത പച്ചയുടെ കളറ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമ്മളൊന്ന് പരത്തിയിട്ട് ഒരു നോസിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മളൊരു ബട്ടൺസിൻ്റെ ഒരു ആകൃതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പേരിനാണ് കേട്ടോ നമ്മൾ ഒരു പച്ച ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഒരു ആൽഫബറ്റിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഓരോ അക്ഷരത്തിൻ്റെ മുകളിൽ പേര് എങ്ങനെയാണെങ്കിൽ ആ അക്ഷരത്തിൻ്റെ മുകളിലാക്കി വെച്ചിട്ട് നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് മുകളിലോട്ടും താഴോട്ടും വലിക്കുമ്പോൾ അങ്ങനെ അക്ഷരങ്ങൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ.
ഇതിൻ്റെ ബാക്കി കൊണ്ടും കുറച്ച് നമ്മൾ ബട്ടൺസ് ഉണ്ടാക്കുന്നുണ്ട്. പിസ്ത പച്ചയും അതുപോലെ വൈറ്റും കൂടിയിട്ടാണ് നമ്മൾ ബട്ടൺസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പം തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നേരം വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്ത് സെറ്റായി ഒന്ന് കറക്റ്റാണ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പേരിൻ്റെ എല്ലാ അക്ഷരങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. അതുപോലെ ബട്ടൺസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോ കുത്ത് ശരിക്ക് ബട്ടൺസ് പോലെ നമ്മൾ ആക്കി എടുക്കുന്നുണ്ട്. 4 ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ആ പരിപാടിയൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കേക്കിൽ ഫിറ്റിങ്സാണ് നമുക്ക് വേണ്ടത്. അത് കേക്ക് കൊണ്ടുപോകണേക്കാളും ഒരു 5-10 മിനിറ്റ് മുന്നേട്ട് നമ്മൾ ബാക്കിയുള്ള ഡെക്കറേഷനുകളൊക്കെ ചെയ്യാം. അതിപ്പോൾ ഇതുപോലെ കറുപ്പ് ബോളും അതുപോലെ പിസ്ത പച്ച കളറുള്ള ബോളും വാങ്ങിയിട്ടുണ്ട്. അത് ഇതുപോലെ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ സൈഡുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുട്ടിക്ക് 2 വയസ്സായിരുന്നു. അപ്പോൾ 2 എന്നുള്ളൊരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. പിന്നെ നമുക്ക് ഇനി വേണ്ടത് പേരും വെക്കണം, അതുപോലെ തന്നെ ആ ബട്ടൺസും സൈഡുകളിലൊക്കെ വെക്കാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ ആ ടൈമിൽ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. അങ്ങനെ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഐദിൻ അമാൻ എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ അതും വെച്ചു ബട്ടൺസും വെച്ചൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ.